ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മുടി കളറും ഹെയർ കട്ടൊക്കെ ചെയ്യാൻ പോണേണ്. എൻ്റെ മുടിയല്ല ഗൈസ്, സ്വാതിയുടെ മുടിയുണ്ട്. ഇവരുടെ മുടിയാണ് നമ്മൾ ഹെയർ കട്ടും കളറും ചെയ്യാൻ പോണത്. ഞാൻ മുടി വളർത്തുവാണ്, അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യണ്ട. നമ്മൾ പനമ്പിള്ളി ട്യൂസ്ഡേ സെലൂണിലേക്കാട്ടോ പോണത്. പിന്നെ കളറ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ടാണ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് സുദ്യോല് പോണ്ട്. നമ്മള് സുദ്യോല് പോയിട്ട് ഇപ്പൊ കുറെ നാളായല്ലോ. എനിക്ക് തോന്നുന്നു 2 മാസം ആവാറായി തോന്നുന്നു. പിന്നെ ഈസ്റ്ററും റംസാനൊക്കെ പ്രമാണിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ കളക്ഷനും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ നമുക്ക് സുദ്യോലും കൂടി പോവാം. ആദ്യം നമുക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പോവാട്ടോ. അപ്പൊ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇതിന്റെ അകത്ത് ഇരുന്ന് വീഡിയോ എടുക്കണേ കേട്ടോ. അതെ, ഒരു പ്രാവശ്യം കളർ ചെയ്യാൻ പോയിട്ട് മൂച്ചിക്കുത്തി വന്നു. ഹലോ, ഓക്കെ. എങ്ങോട്ടാ പോണേ? ഗൈസ്, നമ്മുടെ മൂഞ്ചിയോന്നൊരു ഡൗട്ട് കണ്ടില്ല. 5:45 ഇപ്പോൾ എത്തിയപ്പം. ചിലപ്പം നടക്കുമായിരിക്കും. നമ്മളിവിടെ മേലെ വന്നതാണല്ലോ. 5:45 ആയതുകൊണ്ട് അവർ നാളെ ഞാൻ വരാൻ പറഞ്ഞാൽ നമ്മൾ മൂഞ്ചി. ഇന്ത്യയിലാണ് നൈസായിട്ട് ഗോൾഡുള്ളത്. അതായത് എങ്ങനെയായിരിക്കും എക്സാക്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതാണ്. ജസ്റ്റ് ഒരു ഓ ഷേപ്പ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞത് കേട്ടോ. ഹെയർ ഇരിക്കണം ഇങ്ങനെയല്ലേ. അതായത് നമ്മൾ ഈ കാണുന്ന എക്സ്ട്രാക്റ്റില് കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് ഈ ഒരു പോർഷൻ മാത്രം. അപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ആക്കുകയും ചെയ്യും. ചെറിയ ഫേസ് ഫ്രെയിമിങ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ കേറി ഹെയറിൽ അധികം ലെയർ ചെയ്യാൻ പറ്റില്ല. ലെയർ ചെയ്താൽ ജമ്പായിപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്യാം. ഗൈസ് നമ്മളോട് പറഞ്ഞു ഹെയർ കട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ഹെയർ കളർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് സമയമില്ല. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അതായത് നാളെ ഈസ്റ്റർ ആണല്ലോ. അപ്പം തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഹെയർ കളർ മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ല, ഹെയർ കട്ട് മാത്രം ചെയ്യണുള്ളൂ. ഹെയർ കളറിങ്ങും പിന്നെ ഇവിടെ CGM റൂട്ട് ചെയ്യുന്നുണ്ട്. കേളായിട്ട് ചെയ്യണുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ട്. സോനെ മുടി വെട്ടുന്നുണ്ട്. അപ്പം അവരുടെ മുടി വെട്ടാൻ പോണെയാണോ സനബി? എങ്ങനെ വെട്ടുന്നേ? ഇങ്ങനെയാണ് കേട്ടോ അവള് വെട്ടുന്നേ. മാക്സിമം നമുക്ക് ഈ ഒരു ഇതിൽ വെച്ച് കട്ട് ചെയ്താലോ. ഇവരുടെ മുഖം ഉണ്ടല്ലോ കുറച്ച് ഇത്രയും മുടിയൊക്കെ എങ്ങനെ എന്റെ ഫേസിന് ചെയ്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വണ്ണം പിന്നെയും തോന്നി എടുത്ത് കാണിക്കരുത്. ഒന്നും അഴിച്ചിടുന്നത് കുറവായിട്ട്
സ്മൂത്തനിങ് ചെയ്തേക്കണേ അത്ര ഷോർട്ട് ചെയ്യണ്ട. ഒന്നും കളയണ്ട. അത്ര ഷോർട്ട് ചെയ്തെന്താന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ടാവും. നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ കളയാം. ആ ലെങ്ത്തിൽ തന്നെ കളഞ്ഞിട്ട് ഫ്രണ്ടില് ഫേസ് ഫ്രെയിമിങ് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കരമായിട്ട് കുഞ്ഞായി കഴിഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യാറുണ്ട ബാക്കായിട്ടാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിന്നിന് താഴത്തായിട്ട് ചെയ്യാം. ഇഷ്ടായി, നല്ലതാണ്. സോനയുടെ ഹെയർ ഹെയർ കട്ട് ചെയ്ത രണ്ടുപേരും ഞാൻ കാണിച്ചു തരാം. വരൂ 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 വരൂ. വന്നില്ലേ വന്നില്ലേ വന്നില്ലേ. ഇതാണ് എന്ത് അവിടെ ഹെയർ കട്ട് ചെയ്ത് കാണില്ലല്ലോ ഒരാളുടെ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എല്ലാവർക്കും? അവിടെ കളർ കൂടി വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ആ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് നേരം ആയിരുന്നു, 8-8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ പോകലും എന്തായാലും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ പനമ്പിള്ളിയിൽ ഉപ്പും മുളകിലും കയറിയായിരുന്നു. കുറച്ച് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെയ്ച്ചോറും ബീഫും പിന്നെ പുട്ടും ബീഫ് മിക്സും പിന്നെ ഒരു ലിവർ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നെയ്ച്ചോറും ബീഫും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല, പക്ഷെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ 2 എണ്ണം വാങ്ങാനിരുന്നതാണ്, പക്ഷെ അത് 2 എണ്ണം വാങ്ങിച്ചിരുന്നത് ഞങ്ങളുടെ ഊപ്പാടിളകിയാണ്. 2 എണ്ണം വാങ്ങിച്ചില്ല. പക്ഷേ പുട്ടും ബീഫ് മിക്സും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ സ്റ്റുഡിയോ പോകാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ അടയ്ക്കാറായിട്ടുണ്ടാവും സ്റ്റുഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റുഡിയോ വ്ളോഗ് ഇടാം. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.